ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലസാനിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ലസാനിയ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ലസാനിയ ഷീറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ചീസ് മാത്രം മതി, ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലസാനിയ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും വേണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 300 ഗ്രാം ചിക്കൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് വേണം. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല, ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഒരു പകുതി ക്യാപ്സിക്കം, 4-5 വെളുത്തുള്ളിയും ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി എണ്ണ ചൂടായ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഉടച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ഉടച്ചു കൊടുത്ത ശേഷം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, 1/2 കപ്പ് വെള്ളം ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കണം.
മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ബോളാക്കി എടുക്കാം. ഇനി ഓരോ ബോളും നന്നായി നൈസായി പരത്തിയെടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ലസാഞ്ഞ ഷീറ്റ്. ഇത് പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചത്. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ്. അപ്പോൾ ഒരു പാത്രം വെച്ച് നന്നായി വെള്ളം തിളച്ച ശേഷം ആ വെള്ളത്തിലേക്ക് 1 മിനിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഷീറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വന്നാൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. മൈദ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. മൈദ കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒരു തിക്കായി വരുന്ന വരെ നിർത്താതെ ഇളക്കി കൊടുക്കണം. രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായി. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് മൊസറല്ല ചീസ് കൂടി എടുത്തിട്ടുണ്ട്. ഷീറ്റ് വെക്കുന്ന മുന്നേ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. 2 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുക. ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ ശ്രദ്ധിക്കണം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ അടുത്ത ലെയറും ചെയ്തെടുക്കുക.
2 ലെയറായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. മുകളിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഉള്ളവരാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഓവൻ ഇല്ലാത്തവർ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ എടുത്താലും മതി. ആദ്യം 15 മിനിറ്റ് ഓവണൊന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. എന്നിട്ടാണ് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. മിനിറ്റ് കഴിഞ്ഞ് ചീസൊക്കെ നന്നായി മെൽറ്റായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചിക്കൻ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് വളരെ ഹെൽത്തി ആയ ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.